നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിപ്പ വൈറസ് വ്യാപന ഭീതിയുടെ പശ്ചാത്തലത്തിൽ തലപ്പാടിയിൽ വാഹന പരിശോധനയുമായി കർണാടക. യാത്രക്കാരിൽ പനി ബാധിതരുണ്ടോ എന്ന കാര്യമുൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ കാസർഗോട്ടും മംഗളൂരുവിലും സന്ദർശനം നടത്തി. മഴയിൽ തൃക്കരിപ്പൂരിൽ വീട് തകർന്നു വീണു. മെട്ടമ്മൽ പറയമ്മാനത്തെ എള്ളത്ത് സരോജയുടെ ഓടുമേഞ്ഞ വീടാണ് മേൽക്കൂര ഉൾപ്പെടെ തകർന്നു വീണത്. സംസ്ഥാനതല അമേച്വർ നാടകോത്സവം ബുധനാഴ്ച മുതൽ 4 ദിവസങ്ങളിലായി മുന്നാട്ട് നടക്കും. കരിവെള്ളൂർ മുരളി നാടകോത്സവത്തിന് തിരി തെളിയിക്കും. കാര്യംകോട് പുഴയിൽ വള്ളംകളി മത്സരം ആവേശക്കാഴ്ചയൊരുക്കി. പ്രാദേശിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ജലമേള. BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വിശ്വകർമ്മ ജയന്തി ദിനവും ലോക തൊഴിലാളി ദിനവും ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിപ്പ വൈറസ് വ്യാപന ഭീതിയുടെ പശ്ചാത്തലത്തിൽ തലപ്പാടിയിൽ വാഹന പരിശോധനയുമായി കർണാടക. കേരളത്തിൽ നിന്നെത്തുന്ന യാത്രക്കാരിൽ പനി ബാധിതരുണ്ടോ എന്ന കാര്യമുൾപ്പെടെയാണ് കർണാടക ആരോഗ്യ വകുപ്പ് പരിശോധിക്കുന്നത്. നിപ വൈറസ് ഭീതിയുയർത്തുന്ന സാഹചര്യത്തിൽ കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വാഹന പരിശോധന ആരംഭിച്ച് കർണാടക. കേരളത്തിൽ നിന്നെത്തുന്ന യാത്രക്കാരിൽ പനി ബാധിതരുണ്ടോ എന്ന കാര്യമുൾപ്പെടെയാണ് കർണാടക ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത്. കാസർഗോഡ് ജില്ലയുൾപ്പെടെയുള്ള വടക്കൻ ജില്ലയിലുള്ളവർ തലപ്പാടി വഴിയാണ് കർണാടകയിലേക്ക് പോകുവാൻ ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിപ പ്രതിരോധ നടപടികളുമായി കർണാടക രംഗത്തെത്തിയത്. ആരോഗ്യവകുപ്പ് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിലാണ് യാത്രക്കാരെ പരിശോധിക്കുന്നത്. പനി ബാധിച്ചവരെ കണ്ടെത്തിയാൽ അവരെ നിരീക്ഷണത്തിൽ ഇരുത്തുവാനാണ് തീരുമാനമെന്നാണ് വിവരം. ഇതിനായി പ്രധാനമായും താപനില പരിശോധനയാണ് നടക്കുന്നത്. അതേസമയം ഇതുവരെ നടത്തിയ പരിശോധനകളിൽ യാത്രക്കാരിൽ നിന്നും പനി ബാധിതരെ കണ്ടെത്തുവാനായിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവീൻ ചന്ദ്രൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരായ ഡോക്ടർ ഗോപി പ്രകാശ്, ആശാപ്രവർത്തകർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നേരത്തെ കോവിഡ് കാലത്തും കർണാടക തലപ്പാടിയിൽ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമായിരുന്നു വാഹനങ്ങളെ കടത്തിവിട്ടത്. അതിർത്തികളടക്കം അടച്ചതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സ ലഭിക്കാതെ കടുത്ത ദുരിതം നേരിടേണ്ടി വന്ന സാഹചര്യവുമുണ്ടായിരുന്നു. അബ്ദുല്ലഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ കാസർഗോഡ്, മംഗളൂരു റെയിൽവേ സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി. ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് കേരളത്തിലേതാണ്. രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ICF ജനറൽ മാനേജർ JB മല്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കാസർഗോഡ്, മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത്. കാസർഗോഡ്, തിരുവനന്തപുരം വന്ദേ ഭാരത് കോച്ചുകളിലെ നിലവിലെ പ്രവർത്തനം സംഘം വിലയിരുത്തി. നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മംഗളൂരുവിൽ ദക്ഷിണ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി സാങ്കേതിക കാര്യങ്ങളിൽ ചർച്ച നടത്തി. കേരളത്തിനായുള്ള രണ്ടാം വന്ദേ ഭാരതിൻ്റെ റൂട്ട് സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും അനുബന്ധ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് റെയിൽവേ. ഇതിൻ്റെ ഭാഗമായാണ് ICF ജനറൽ മാനേജറുടെ കേരളത്തിലെ സന്ദർശനമെന്നാണ് സൂചന. This is a train which is among the best patronized trains. It has an occupancy of about 180%. So I wanted to get a first-hand feedback of how the train is performing, so I could interview some of the passengers just to find out if there are any areas of improvement which we need to make in the trains of the future. So that was the purpose. Now I'll be doing a train check from the first coach to the last coach just to find out if all the amenity items are working all right. എന്നാൽ പുതിയ സർവീസ് സംബന്ധിച്ച് ഇതേവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പുതിയ വന്ദേ ഭാരത് സർവീസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ ലൈൻ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. റൂട്ട് സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ICF ജനറൽ മാനേജർക്കൊപ്പം റെയിൽവേയിലെ വിവിധ വിഭാഗങ്ങളിലെ മേധാവികളും സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. കിടന്ന് യാത്ര ചെയ്യാനാവുന്ന സ്ലീപ്പർ കോച്ചുകളുള്ള വന്ദേ ഭാരത് ഈ വർഷം തന്നെ പുറത്തിറക്കുവാനാവുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. The sleeper version of the Vande Bharat that will come out within this financial year. So we just thought that we'll do a check on all the amenities which we have provided here. Sleeper of course will have more amenities, people can sleep and go. So the sleeper train will have 16 coaches, out of which 11 will be AC 3 tier, 4 will be AC 2 tier and 1 will be first class air conditioned.
യാത്രക്കാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിലവിലുള്ള വന്ദേ ഭാരത് കോച്ചുകളിൽ മാറ്റങ്ങൾ വരുത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ തൃക്കരിപ്പൂരിൽ വീട് തകർന്നു വീണു. മെട്ടമ്മൽ പറയമാനത്തെ എള്ളത്ത് സരോജിനിയുടെ ഓടുമേഞ്ഞ വീടാണ് മേൽക്കൂര ഉൾപ്പെടെ തകർന്നു വീണത്. സരോജിനിയും സഹോദരി മകനും തലനാഴികയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ തൃക്കരിപ്പൂർ മെട്ടമ്മൽ പറയമാനത്ത് വീട് തകർന്നു വീണു. ഗൃഹനാഥയും സഹോദരിയുടെ മകനും അപകടത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്. മെട്ടമ്മൽ പറയമ്മാനത്തെ 70 കഴിഞ്ഞ വയോധിക എള്ളത്ത് സരോജിനിയുടെ ഓടുമേഞ്ഞ വീടാണ് മേൽക്കൂരയുൾപ്പെടെ തകർന്നു വീണത്. പനി ബാധിച്ച് വീടിനകത്ത് കിടന്നിരുന്ന സരോജിനി വീടിന് മുന്നിൽ തേങ്ങ വീഴുന്ന ശബ്ദം കേട്ട പുറത്തിറങ്ങി സെക്കൻഡുകൾക്കകം മേൽക്കൂര അപ്പാടെ നിലം പൊത്തുകയായിരുന്നു. പെട്ടെന്ന് തേങ്ങ വീഴുന്ന ഒറ്റ കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തേങ്ങ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്കുണ്ട് എന്തോ ഒന്ന് അമരും പോലത്തൊരു സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് വീട് അങ്ങനെ വീണിട്ടുണ്ടായി. ഈ സമയം സരോജിനിയുടെ സഹോദരിയുടെ മകൻ രാജേഷ് മൊബൈൽ ഫോണിൽ സംസാരിച്ച് പുറത്തായിരുന്നു ഉണ്ടായത്. റവന്യൂ പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മംഗളൂരു ഹൊസവിട്ടുവിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹനത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇരുചക്ര വാഹന യാത്രികർക്കാണ് പരിക്കേറ്റത്. മംഗളൂരു ഹൊസബെട്ടു ജംഗ്ഷനിൽ ഉടുപ്പിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ഡിവൈഡറിന് സമീപം റോഡ് മുറിച്ചു കടക്കുവാൻ ഇരുചക്ര വാഹനം കാത്തു നിൽക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികരായ ഹളയങ്കടി സ്വദേശി മുഹമ്മദ് ഷാഹിൽ, പക്ഷിക്കര സ്വദേശി അറാഫത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ബസ് ഡ്രൈവറുടെ അനാസ്ഥ വ്യക്തമാണ്. സംഭവത്തിൽ IPC സെക്ഷൻ 279, 337, 338, 184 MV ആക്ട് പ്രകാരം മംഗളൂരു നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനതല അമേച്ചർ നാടകോത്സവം ബുധനാഴ്ച മുതൽ 4 ദിവസങ്ങളായി മുന്നാട് നടക്കും. ചൊവ്വാഴ്ച മുന്നാട് ബസാറിൽ നിന്നും ആരംഭിച്ച് പീപ്പിൾസ് ഓഡിറ്റോറിയത്തിലെത്തി നാടകദീപം കൊളുത്തും. ബുധനാഴ്ച വൈകിട്ട് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കരിവള്ളൂർ മുരളി നാടകോത്സവത്തിന് തിരിതെളിയിക്കും. സംസ്ഥാനതല അമേച്വർ നാടകോത്സവം മുന്നാട് EMS അക്ഷരഗ്രാമത്തിലെ പീപ്പിൾസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടകം സാംസ്കാരിക വേദി ബേഡകമാണ് ആതിഥേയത്വമരുളുന്നത്. 4 നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 നാടകം ആരംഭിക്കും. വൈകിട്ട് 5:30 മുതൽ ഓരോ ദിവസവും വൈവിധ്യമേറിയ അനുബന്ധ കലാപരിപാടികളും പ്രഗത്ഭരായ നാടക സാംസ്കാരിക പ്രവർത്തകരുടെ നാടക വർത്തമാനവും ഉണ്ടായിരിക്കും. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അതിഥികളെയും നാടക പ്രവർത്തകരെയും ആനയിച്ച് സ്വീകരണ നാടകയാത്ര പീപ്പിൾസ് അക്ഷരഗ്രാമത്തിനു മുൻപിലെ പ്രവേശന കവാടത്തിൽ ആരംഭിക്കും. തുടർന്ന് 5:30 ഉദ്ഘാടന സദസ്സ് ആരംഭിക്കും. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും കവിയും നാടകകൃത്തുമായ കരിവള്ളൂർ മുരളി നാടകോത്സവത്തിന് തിരിതെളിയിച്ച് പ്രഭാഷണം നടത്തും. കേവലം 4 നാടകങ്ങൾ അവതരിപ്പിക്കാമെന്ന് മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് നാടകത്തിൻ്റെ സ്വാധീനം സംബന്ധിച്ചും അതിൻ്റെ ഒരു ഭൂതകാല പാരമ്പര്യം സംബന്ധിച്ചുമൊക്കെയുള്ള ഗൗരവമായിട്ടുള്ള ചില ചർച്ചകൾ കൂടി സംഘാടക സമിതി മുൻകൈയിൽ 2 പഞ്ചായത്തിലെയും വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മുൻകൈയോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 20-ാം തീയതി വൈകിട്ട് 5:30 കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയും നാടകകൃത്തും കവിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ കരിവള്ളൂർ മുരളിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിൽ പ്രഗത്ഭരായ ആളുകൾ എത്തുന്നുണ്ട്. 2 പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാർ ആ പരിപാടിയിൽ വന്നെത്തുന്നുണ്ട്. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് C. രാമചന്ദ്രൻ, കൺവീനർ ഉദയൻ കുണ്ടംകുഴി, നാടക പ്രവർത്തകൻ മധു ബേഡകം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രാദേശിക ക്ലബിന്റെ നേതൃത്വത്തിൽ കാര്യങ്കോട് പുഴയിൽ വള്ളം കളി മത്സരം ആവേശ കാഴ്ചയൊരുക്കി. ജില്ലാ ഭരണകൂടവും വിനോദസഞ്ചാര വകുപ്പും കൈവിട്ടതോടെയാണ് പ്രാദേശിക ക്ലബ് കാര്യങ്കോട് പുഴയിൽ ജലമേള സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടവും വിനോദസഞ്ചാര വകുപ്പും കൈവിട്ടപ്പോൾ പ്രാദേശിക ക്ലബിന്റെ നേതൃത്വത്തിൽ കാര്യങ്കോട് പുഴയിൽ വള്ളം കളി മത്സരം സംഘടിപ്പിച്ചു.
നാടൻ വള്ളംകളി മത്സരത്തിൽ 32 ടീമുകളാണ് ആവേശപൂർവ്വം പങ്കെടുത്തത്. മൈച്ച പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 5 ആൾ തുഴയും നാടൻ വള്ളംകളി മത്സരം സംഘടിപ്പിച്ചത്. ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച മത്സരം വൈകുന്നേരം വരെ നീണ്ടു. ജലമേളയിൽ അച്ചാന്തുരുത്തി അഴീക്കോടൻ ടീം 1-ാം സ്ഥാനവും ബ്രദേഴ്സ് ചാത്തമത്ത് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. സുന്ദരമായ ഈ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. നൂറുകണക്കിന് വള്ളംകളി പ്രേമികളെ സാക്ഷിയാക്കിയാണ് പുഴയിൽ 32 ടീമുകൾ മത്സരിച്ച് തുഴയെറിഞ്ഞത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്കോട് പുഴയായിരിക്കും ആൾക്കാർക്ക് ഓർക്കും. അത്ര പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമുള്ള നാടാണ് ഈ നാട് വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ട്. സംസ്ഥാന കായിക പരിശീലകനും KC ത്രോസ് അക്കാദമി സ്ഥാപകനുമായ KC ഗിരീഷ് വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനിച്ചു. ചടങ്ങിൽ KV ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ക്ലബ്ബ് സെക്രട്ടറി P സുരാജ്, ഷാരൂൺ അരവിന്ദ്, TV കൃഷ്ണൻ, രേഷ്മ ദിവിഷ് എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര മത്സര ഇടവേളകളെ സംഗീത സാന്ദ്രമാക്കി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അണ്ടർ-20 സംസ്ഥാന യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ജില്ലാ ടീമായി ആതിഥേയരായ കാസർഗോഡ്. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന ക്വാർട്ടറിൽ കൊല്ലത്തെ 1-നെതിരെ 6 ഗോളുകൾക്കാണ് തകർത്തത്. ആദ്യ ദിനം കണ്ണൂർ ജില്ലാ ടീമിനെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ ഇടം നേടിയ കൊല്ലം ജില്ലാ ടീമിനെ തിങ്കളാഴ്ച രാവിലെ നടന്ന മത്സരത്തിലാണ് ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീം 6 ഗോളുകൾക്ക് അടിയറവ് പറയിപ്പിച്ചത്. കാസർഗോഡിന് വേണ്ടി ഗൗതം, അബ്ദുൽ കരീം, അൻഫാസ് എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ കൊല്ലത്തിന് വേണ്ടി ശ്രീകൃഷ്ണ ആശ്വാസ ഗോൾ നേടി. 14 ജില്ലാ ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് അടിസ്ഥാനത്തിലുള്ള ചാമ്പ്യൻഷിപ്പിൽ തിങ്കളാഴ്ച വൈകുന്നേരം ആലപ്പുഴ ജില്ല എറണാകുളം ജില്ലാ ടീമുമായി ഏറ്റുമുട്ടി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ, പത്തനംതിട്ട ജില്ലാ ടീമുമായി മാറ്റുരയ്ക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2.0 ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭയിൽ 3 ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസ്, ഫ്ലാഷ് മോബ്, ശുചിത്വ സന്ദേശ റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് 2.0 ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭയിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് ക്ലാസ് നടത്തി. ക്യാമ്പയിനിന്റെ പ്രചരണാർത്ഥം ഗവൺമെന്റ് കോളേജിലെ NSS വളണ്ടിയർമാർ നടത്തിയ ഫ്ലാഷ് മോബ് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ തീരം സുന്ദര തീരം എന്ന സന്ദേശമുയർത്തി കാസർഗോഡ് കടപ്പുറത്ത് ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ്, ശുചിത്വ സന്ദേശ റാലി, പ്രതിജ്ഞ, ഐക്യദാർഢ്യ മനുഷ്യ മതിൽ, വിവിധ കലാപരിപാടികൾ എന്നിവ നടത്തി. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിയാന ഹനീഫ്, K രജനി, കൗൺസിലർമാരായ ഉമാ കടപ്പുറം, സഹീർ ആസിഫ്, അബ്ദുൽ റഹ്മാൻ ചക്കര, വീണ ഷെട്ടി, BS ഐനുദ്ദീൻ, K അജിത് കുമാരൻ, സുമയ്യ മൊയ്തീൻ, സഫിയ മൊയ്തീൻ, അസ്മ മുഹമ്മദ്, GHSS CPO SPC ഡോക്ടർ കുമാരി P സന്ധ്യയുടെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് പോലീസ് അംഗങ്ങൾ, റൌഫ് നെല്ലിക്കുന്ന്, ആശാ മേരി, ശുചിത്വ മിഷൻ RP താജുദ്ദീൻ ചരങ്ങായി, നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, യുവജന സംഘടനാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. നഗരസഭ HS KC ലതീഷ് സ്വാഗതവും T രൂപേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാന്തിക്കര ജനകീയ വികസന സമിതിയുടെയും കാന്തിക്കര അങ്കനവാടി ALMSC കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ കുതിരപ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു.
കാന്തിക്കര ജനകീയ വികസന സമിതിയുടെയും കാന്തിക്കര അങ്കനവാടി ALMSC കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ കുതിരപ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു. കാന്തിക്കര അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കമ്മിറ്റി ചെയർമാൻ VD ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമ്പത്ത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമായ രവീന്ദ്രൻ പാടി, വത്സൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വികസന സമിതി സെക്രട്ടറി CO ഷാജു സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി ജോയിന്റ് കൺവീനർ കുമാരി അഞ്ജുശ്രീ വാസു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അണിഞ്ഞയ്ക്ക് ജന്മനാട് ഉജ്ജ്വല സ്വീകരണം നൽകി. കോളിടുക്കത്തിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി അധ്യാപകനെ ആനയിച്ചു. അണിഞ്ഞ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അണിഞ്ഞയ്ക്ക് ജന്മനാട് സ്വീകരണം നൽകി. അണിഞ്ഞ P. നാരായണൻ നായർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. കോളിയടുക്കത്ത് നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി അധ്യാപകനെ അണിഞ്ഞ വായനശാല പരിസരത്തേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗം ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ MLA ഷാളണിയിച്ച് സ്നേഹോപഹാരം നൽകി. സംഘാടക സമിതി ചെയർമാൻ E. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ T. ജാനകി, ബ്രാഞ്ച് സെക്രട്ടറി ബാബുരാജ്, KSTA ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് കുമാർ, അണിഞ്ഞ പ്രവാസി കൂട്ടായ്മ മുൻ പ്രസിഡന്റ് തമ്പാൻ നായർ അണിഞ്ഞ, ചെന്താരകം ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് തൊട്ടിയിൽ, APAC ട്രഷറർ സുജിത്ത്, വായനശാല പ്രസിഡന്റ് T. ശശിധരൻ, കതിർ തളിര് ഭാരവാഹി T. പവിത്രൻ, വനിതാവേദി സെക്രട്ടറി പ്രശാന്തി വേണുഗോപാൽ, പ്രസിഡന്റ് നിഷാ കൃഷ്ണൻ, ഗ്രാമിക സംഘം സെക്രട്ടറി പ്രസാദ്, കാവൽ സംഘം സെക്രട്ടറി ഗണേഷ്, CDS അംഗം ധന്യ, ADS അംബിക ഇടച്ചാൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് എതിർദിശ സുരേഷ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ C. മണികണ്ഠൻ സ്വാഗതവും വായനശാല സെക്രട്ടറി മഹേഷ് അണിഞ്ഞ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിശുക്ഷേമ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മഡോണ UP സ്കൂളിൽ ബാലചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വൈവിധ്യമാർന്ന വരകൾ വിസ്മയം തീർത്ത ബാലചിത്ര രചനാ മത്സരം ശ്രദ്ധേയമായി. സംസ്ഥാന ശിശുക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റി മഡോണ UP സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലിന്റ് സ്മാരക ബാലചിത്ര രചനാ മത്സരമാണ് ശ്രദ്ധേയമായത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം കുട്ടികൾ ബാലചിത്ര രചനാ മത്സരത്തിൽ പങ്കെടുത്തു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. OM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഡോണ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ശോഭിത, സജീന്ദ്രൻ കാറടുക്ക, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ എന്നിവർ സംസാരിച്ചു. ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി TMA കരീം സ്വാഗതവും CV ഗിരീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനാഘോഷവും ഓഫീസ് ഉദ്ഘാടനവും കറന്തക്കാട് നടന്നു. ദേശീയ പ്രസിഡന്റ് സീതാരാമ ആചാര്യ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ NVF ജില്ലാ കമ്മിറ്റിയുടെ വിശ്വകർമ്മ ജയന്തി ദിനാഘോഷവും ഓഫീസ് ഉദ്ഘാടനവും കറന്തക്കാട്ട് നടന്നു. ദേശീയ പ്രസിഡന്റ് സീതാരാമ ആചാര്യ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഈ വിശ്വകർമ്മത്തിന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടനകൾ ഈ സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥന. ജില്ലാ പ്രസിഡന്റ് CK അമ്പി അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ, രാഘവൻ ദൊടുവയൽ, ചന്ദ്രൻ ആർട്ടിസ്റ്റ് വസന്തി J ആചാര്യ, നിഷ വെള്ളരിക്കുണ്ട്, ഉപേന്ദ്രൻ ആചാര്യ വയലാങ്കുഴി, വാമന ആചാര്യ ബോവിക്കാനം, PK വിജയൻ, പുരുഷോത്തമൻ ആചാര്യ, വിഷ്ണു ആചാര്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വിശ്വകർമ്മ ജയന്തി ദിനവും ലോക തൊഴിലാളി ദിനവും ആചരിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BMSന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനവും ദേശീയ തൊഴിലാളി ദിനവും വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ തൊഴിലാളി ശക്തി പ്രകടനം നടത്തി.
കാസർഗോഡ് BMS ഓഫീസ് പരിസരത്ത് നിന്നായിരുന്നു ശക്തി പ്രകടനം ആരംഭിച്ചത്. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സുഹാസ് നഗറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ നടക്കുന്നത് തൊഴിലാളി വഞ്ചനയാണെന്നും KSRTCയിലും KSEBയിലും സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. 24 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ചിക്കാഗോയിൽ നടക്കുന്ന സംഭവത്തിനേക്കാളും 24 വർഷങ്ങൾക്ക് മുമ്പ് ഹൗറയിലെ റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന 1200ഓളം തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി സമയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ സമരം നടത്തുകയും വിജയിക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയാം 8 മണിക്കൂർ ജോലി സമയത്തിന് വേണ്ടിയിട്ട് ആദ്യമായി നടന്നിട്ടുള്ള സമരമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാര് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VB സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. P മുരളീധരൻ, MK രാഘവൻ, ഗീതാ ബാലകൃഷ്ണൻ, സിന്ധു മായിപ്പാടി, ഉപേന്ദ്ര കോട്ടക്കണി, K വിശ്വനാഥ ഷെട്ടി, ഭാസ്കരൻ പൊയ്നാച്ചി, റിജേഷ് JP നഗർ, ലീലാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി DYFI. കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെ കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ പ്രതിഷേധ ട്രെയിൻ യാത്ര സംഘടിപ്പിച്ചു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. മലബാർ, മാവേലി, വെസ്റ്റ് കോസ്റ്റ്, ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറയ്ക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. ഇതോടെ ഒരു ഭാഗത്തേക്ക് 144 സീറ്റ് വീതം 288 സീറ്റാണ് നഷ്ടമാകുന്നത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ലീപ്പർ കോച്ചുകൾ കുറച്ചത് യാത്രാ ദുരിതം കൂട്ടും. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെ കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ പ്രതിഷേധ ട്രെയിൻ യാത്ര സംഘടിപ്പിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ഗണേഷ്, ജില്ലാ കമ്മിറ്റി അംഗം ദിപൻ ബല്ലത്ത്, യതീഷ് വാരിക്കാട്ട്, സഞ്ജയ് KP, ചൈത്ര KV, ജയനാരായണൻ, ഷിജു ചാലങ്കാൽ, രാജേഷ് കാറ്റാടി, അനൂപ് പുല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ട്രെയിൻ യാത്രികർക്കും റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും ലഘുലേഖയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത്. നിയമ ഭേദഗതികൾ വരുത്തിയും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ ആരംഭിച്ചും സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ തിരുത്തുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. KP രവീന്ദ്രൻ, KV ഭാസ്കരൻ, TV കരിയൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV നാരായണൻ സ്വാഗതം പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന കാൽനട പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ നിന്ന് ഉജ്ജ്വല തുടക്കം. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കടൽ കടലിന്റെ മക്കൾക്കെന്ന മുദ്രാവാക്യമുയർത്തി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന കാൽനട പ്രചരണ ജാഥയ്ക്ക് ഉജ്ജ്വല തുടക്കം. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ക്യാപ്റ്റനും T മനോഹരൻ, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ എന്നിവർ വൈസ് ക്യാപ്റ്റനും ക്ലൈനസ് റൊസാരിയോ മാനേജറുമായ ജാഥ കാഞ്ഞങ്ങാട് മെയിൻ ഓഫീസ് കടപ്പുറത്ത് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ PP ചിത്തരഞ്ജൻ MLA പതാക ഏറ്റുവാങ്ങി. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KV സുജാത എളമരം കരീം MPക്കും അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ജാഥ ലീഡർക്കും സംഘാടക സമിതിയുടെ ഉപഹാരം സമ്മാനിച്ചു.
തീരദേശത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ CITU-വിലേക്ക് കടന്നുവന്ന സുരേന്ദ്രൻ പുഞ്ചാവിയെ എളമരം കരീം MP സ്വീകരിച്ചു. ജാഥ ലീഡർ PP ചിത്തരഞ്ജൻ MLA, CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ T മനോഹരൻ, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, മാനേജർ ക്ലൈനസ് റൊസാരിയോ, സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം, സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K രാജ്മോഹൻ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി VV രമേശൻ സ്വാഗതം പറഞ്ഞു. ജാഥ ഒക്ടോബർ 13-ന് തിരുവനന്തപുരം പൂന്തറയിൽ സമാപിക്കും. സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സാർവജനിക ഗണേശോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാവും. 3 ദിവസങ്ങളെ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാർവജനിക ഗണേശ സമിതിയുടെ 19ാമത് സാർവജനിക ഗണേശോത്സവം 19, 20, 21 തീയതികളിൽ ഹോസ്ദുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19-ന് രാവിലെ 8:30-ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഗണേശ വിഗ്രഹം ഹോസ്ദുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കും. തുടർന്ന് പ്രാണപ്രതിഷ്ഠ, ആഘോഷ സമിതി പ്രസിഡന്റ് C. യത്തിൻ CA ധ്വജാരോഹണം നടത്തും. തുടർന്ന് കുട്ടികളുടെ ഗണപതി ചിത്രരചനാ മത്സരം, ഉച്ചപൂജ, തായമ്പക, സർവൈശ്വര്യ വിളക്ക് പൂജ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയുടെ ആധ്യാത്മിക പ്രഭാഷണം, രംഗപൂജ, മംഗലാപുരം കോട്ടേക്കാർ വിശ്വഭാരതി യക്ഷേമലന അവതരിപ്പിക്കുന്ന യക്ഷഗാന ബയലാട്ടം എന്നിവ നടക്കും. 20-ന് രാവിലെ 9 മണി മുതൽ ഹരിദാസ് ജയ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അഖണ്ഡ ഭജന. ഉച്ചയ്ക്ക് അന്നപ്രസാദം. വൈകിട്ട് 3-ന് തിരുവാതിര മത്സരം. അഡ്വക്കേറ്റ് AV കേശവൻ കണ്ണൂരിന്റെ ആധ്യാത്മിക പ്രഭാഷണം, നൃത്യങ്ങളും അരങ്ങേറും. രംഗപൂജയും നടക്കും. 21-ന് രാവിലെ 8-ന് മഹാഗണപതി ഹോമം, ഉച്ചപൂജ, പ്രസാദ വിതരണം, രാത്രി പൂജ, തുടർന്ന് നിമഞ്ജന പൂജ, ധ്വജാവരോഹണം. വൈകിട്ട് 3-ന് നിമഞ്ജന ഘോഷയാത്ര. അമനവർ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം, പുതിയ വളപ്പ്, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്, TB റോഡ്, കുശാൽ നഗർ വഴി ഹോസ്ദുർഗ് കടപ്പുറം സമുദ്രത്തിൽ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്യും. സമിതി പ്രസിഡന്റ് KV ലക്ഷ്മണൻ, സെക്രട്ടറി P മുരളീധരൻ, രക്ഷാധികാരി P ദാമോദര പണിക്കർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ C. യത്തിൻ CA, ജനറൽ കൺവീനർ B. ഗുരുദത്ത് റാവു, ട്രഷറർ HV നിതിൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K. സതീഷ് ബാബു, M. പ്രദീപൻ, പബ്ലിസിറ്റി ചെയർമാൻ TV അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ വൈറസ് വ്യാപന ഭീതിയുടെ പശ്ചാത്തലത്തിൽ തലപ്പാടിയിൽ വാഹന പരിശോധനയുമായി കർണാടക. യാത്രക്കാരിൽ പനിബാധിതരുണ്ടോ എന്ന കാര്യമുൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. 2ാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ കാസർഗോട്ടും മംഗളൂരുവിലും സന്ദർശനം നടത്തി. മഴയിൽ തൃക്കരിപ്പൂരിൽ വീട് തകർന്നു വീണു. മെട്ടമ്മൽ പറയമ്മാനത്തെ എള്ളത്ത് സരോജിനിയുടെ ഓടുമേഞ്ഞ വീടാണ് മേൽക്കൂര ഉൾപ്പെടെ തകർന്നു വീണത്. സംസ്ഥാനതല അമേച്ചർ നാടകോത്സവം ബുധനാഴ്ച മുതൽ 4 ദിവസങ്ങളിലായി മുന്നാട്ട് നടക്കും. കരിവെള്ളൂർ മുരളി നാടകോത്സവത്തിന് തിരി തെളിയിക്കും. കാര്യംകോട് പുഴയിൽ വള്ളംകളി മത്സരം ആവേശക്കാഴ്ചയൊരുക്കി. പ്രാദേശിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ജലമേള. BMS-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വിശ്വകർമ്മ ജയന്തി ദിനവും ലോക തൊഴിലാളി ദിനവും ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് BV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.